ഫെർട്ടിലൈസേഷൻ മെയിൽ ഫീമെയിൽ ഗാമേറ്റിൻ്റെ ഫ്യൂഷൻ ആണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റഡ് ആകും. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. ആ ഫെർട്ടിലൈസേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ ഈ സെഷനിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് സ്പേമും ഓവവും ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഇപ്പോൾ ഫെർട്ടിലൈസേഷൻ വഴിയാണ് പേരൻസിൽ നിന്നുള്ള ക്യാരക്ടേഴ്സ് ജീൻസ് വഴി ഓസ്പ്രിങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരു മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഈ സെഷനിൽ ഫെർട്ടിലൈസേഷനെ നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിലും അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് മാമൽസ്, ഹ്യൂമൻസ് പെർസ്പെക്റ്റീവിലും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൂടുതലും ഹ്യൂമൻ പെർസ്പെക്റ്റീവിലായിരിക്കും ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നമ്മൾ ഇലാബറേറ്റ് ചെയ്യുന്നത്. ഇനി ഫെർട്ടിലൈസേഷനെ ജനറലായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഫെർട്ടിലൈസേഷനാണുള്ളത്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനും. പേരൻസിൻ്റെ ബോഡിയുടെ വെളിയിൽ വെച്ചിട്ട് ഒരു എക്സ്റ്റേണൽ മീഡിയത്തിൽ വെച്ചിട്ട് ഈ ഗ്യാമേറ്റ്സിൻ്റെ ഫ്യൂഷൻ നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫെർട്ടിലൈസേഷന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇനി ഹയർ ഓർഗാനിസത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് നോർമലായിട്ട് നടക്കുന്നത്. അതായത് ഫീമെയിൽ പേരൻറ്റിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിൽ, റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ വെച്ചിട്ടാണ് സ്പേമും ഓവവും കൂടെ ഫ്യൂസ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. മിക്കവാറും എല്ലാ തരത്തിലുള്ള ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിനും ഒരു ഫ്ലൂയിഡ് മീഡിയം ആവശ്യമുണ്ട്. ഇത് ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആ കേസുകളിലാണ്. ഇനി ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിലും ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലുള്ള ഫ്ലൂയിഡ് കണ്ടൻറ്റ് ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്യാമേറ്റ്സിൻ്റെ നമ്പർ പരസ്പരം കമ്പയർ ചെയ്യുവാണെങ്കിൽ എപ്പോഴും സ്പേംസിൻ്റെ നമ്പർ ഓവത്തിൻ്റെ നമ്പറിനേക്കാളും കൂടുതലായിരിക്കും. അതായത് ഫീമെയിലിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് ഈ സ്പേംസിനെ റിലീസ് ചെയ്യുമ്പോൾ സ്പേംസ് ആണ് സ്വിം ചെയ്ത് ഓവത്തിൻ്റെ ലൊക്കേഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ എത്തിച്ചേരേണ്ട ആൾക്കാർ ചിലപ്പോൾ ഈ കോഴ്സ് ഓഫ് മൂവ്മെൻറ്റിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും സ്പേമിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാക്കുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്പർ കൂടുന്നത് കൊണ്ട് ഫെർട്ടിലൈസേഷൻ്റെ ചാൻസസ് കൂടും. അല്ലെങ്കിൽ സ്പേം അവിടെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂവെങ്കിൽ ഓവത്തിൻ്റെ ലൊക്കേഷനിലേക്ക് എത്താൻ ചിലപ്പോൾ അവയ്ക്ക് സാധിക്കാതെ വരും. ഇനി ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ഒക്കർ വിത്തിൻ എ ടൈം ലിമിറ്റ്. അതായത് സ്പേമിനും ഓവത്തിനും ഒരു ആയുസ്സുണ്ട്. അത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മീഡിയത്തിൽ സർവൈവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കണം. ഇല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി നമുക്ക് ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്പേമിൻ്റെയും ഓവത്തിൻ്റെയും സ്ട്രക്ചർ ഒന്ന് റീകളക്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ഹ്യൂമൻ സ്പേമും ഹ്യൂമൻ ഓവവുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് സ്പേമിൻ്റെ സ്ട്രക്ചർ നോക്കാം. 3 പോർഷൻസ് ആണുള്ളത്: ഹെഡ്, മിഡിൽ പീസ്, ടെയില്. ഹെഡ് റീജിയനിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന പോർഷനാണ്. അവിടെ മെയിൽ ഹാപ്ലോയിഡ് ക്രോമസോംസ് എക്സിസ്റ്റ് ചെയ്യും. പിന്നെയുള്ളത് അക്രോസോം എന്ന് പറയുന്ന ഒരു വെസിക്കുലാർ പോർഷനാണ്. ഏറ്റവും ടിപ്പിൽ വരുന്ന പോർഷനാണ് അക്രോസോം. ഈ അക്രോസോം ഫെർട്ടിലൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് ഓവത്തിന് അഡീഷണൽ ആയിട്ട് കുറേ മെംബ്രെയിൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ മെംബ്രെയിൻസ് ഒക്കെ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേമിനെ സഹായിക്കുന്നത് അക്രോസോം എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഇതിനകത്ത് സ്പേം ലൈസിൻസ് എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഓവത്തിൻ്റെ എൻവലപ്പിനെ പെനട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ മിഡിൽ പോർഷനിലേക്ക് വരുമ്പോഴേക്കിന്
സെൻട്രിയോൾസ് ഉണ്ട്, പിന്നെ മൈറ്റോകോൺട്രിയ ഉണ്ട്, പിന്നെ ടെയിലിലേക്ക് വരുമ്പോൾ ഫ്ലജല്ലമാണ്, മൈക്രോട്യൂബ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലജല്ലമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലജല്ലത്തിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് സ്പേം സ്വിം ചെയ്ത് ഓവത്തിൻ്റെ ആ പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് എത്തുന്നത്. ഇനി ഓവത്തിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഓവം എന്ന് പറയുന്നത് സെക്കൻഡറി ഊസൈറ്റ് ആണ് ആക്ച്വലി. അതായത് ഫൈനലായിട്ട് ഉള്ള മച്ചുറേഷൻ ഡിവിഷൻ എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓവുലേഷൻ നടന്ന് റിലീസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് സെക്കൻഡറി ഊസൈറ്റ് ആണ്. ആ സെക്കൻഡറി ഊസൈറ്റിൻ്റെ കോൺഫിഗറേഷനാണ് നിങ്ങൾ പിക്ചറൽ രൂപത്തിൽ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിന് ഒരു സെല്ലുലാർ ആയിട്ടുള്ള ഒരു എൻവലപ്പ് ഉണ്ട്. ആ എൻവലപ്പിന് പറയുന്ന പേരാണ് കൊറോണ റേഡിയേറ്റ. ഈ കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ലെയറിലുള്ള സെൽസ് പരസ്പരം സിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഹയാലുറോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സിമെൻറ്റിക് സബ്സ്റ്റൻസ് കൊണ്ടാണ്. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ഹയാലുറോണിക് ആസിഡ് കൊണ്ട് സിമെൻറ്റഡ് ആയിട്ടുള്ള കുറേ സെൽസ്, റേഡിയേറ്റിംഗ് സെൽസ് ഉള്ള ഒരു പോർഷനാണ് കൊറോണ റേഡിയേറ്റ. ഇനി രണ്ടാമത്തെ പോർഷനാണ് എൻവലപ്പാണ് സോണ പെല്ലുസിഡ. ഈ സോണ പെല്ലുസിഡ എന്ന് പറയുന്നത് എസെല്ലുലാർ ആയിട്ടുള്ള ഒരു പോർഷനാണ്. സെൽസ് ഇല്ല, വേറെ കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ടാണ് ഈ പർട്ടിക്കുലർ പോർഷൻ ഉണ്ടായിരിക്കുന്നത്. പിന്നെ വരുന്നത് എഗ്ഗിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡറി ഊസൈറ്റിൻ്റെ പ്ലാസ്മ മെംബ്രെയിനാണ്. അപ്പോൾ ഈ പ്ലാസ്മ മെംബ്രെയിനാണ് നിങ്ങളിവിടെ കാണുന്നത്. ദെൻ ഈ സോണ പെല്ലുസിഡയുടെയും പ്ലാസ്മ മെംബ്രെയിൻ്റെയും ഇടയ്ക്ക്, അതായത് ഊലെമ്മയുടെയും ഇടയ്ക്ക് പെരിവിറ്റലൈൻ സ്പേസ് എന്ന് പറയുന്ന ഒരു സ്പേസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അകത്തുള്ളത് സൈറ്റോപ്ലാസമാണ്. ആ സൈറ്റോപ്ലാസത്തിൻ്റെ സെൻട്രൽ ന്യൂക്ലിയസ്, ഹാപ്ലോയിഡ് ഫീമെയിൽ ക്രോമസോം എക്സിസ്റ്റ് ചെയ്യും. ഇനി പെരിഫറൽ റീജിയണിൽ നമുക്ക് ഫസ്റ്റ് പോളാർ ബോഡി എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഫെർട്ടിലൈസേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റെപ്പാണ് അപ്രോക്സിമേഷൻ ഓഫ് എഗ് ആൻഡ് സ്പേം, ദെൻ അക്രോസോം റിയാക്ഷൻ ആൻഡ് പെനട്രേഷൻ, ദെൻ ഫ്യൂഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ഓവം ആൻഡ് സ്പേം, ദെൻ ആക്ടിവേഷൻ ഓഫ് എഗ്, ദെൻ ആംഫി മിക്സസ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സിലൂടെയാണ് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനെയും 1 by 1 ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തേതാണ് അപ്രോക്സിമേഷൻ ഓഫ് എഗ് ആൻഡ് സ്പേം. എങ്ങനെയാണ് സ്പേം എഗ്ഗിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ ഇവ തമ്മിൽ മ്യൂച്വലായിട്ട് എങ്ങനെയാണ് അട്രാക്ഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ സെഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ സ്പേമും ഓവവും കൂടെ മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടാസ്ക് അല്ല. ഈ പല ആനിമൽസും ഈ പർട്ടിക്കുലർ പ്രോസസ്സ് അക്കംപ്ലീഷ് ചെയ്യുന്നത് സ്പെഷ്യൽ ഡിവൈസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ബിഹേവിയർ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഫ്രഷ് വാട്ടർ ആനിമൽസ് ആണെങ്കിൽ അവയുടെ സ്പോണിങ്, എഗ്ഗിൻ്റെ സ്പോണിങ്ങും അതുപോലെ തന്നെ മെയിൽസിൻ്റെ സ്പേമിൻ്റെ റിലീസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ഇൻ്റർവെല്ലിൽ ആയിരിക്കും. അതായത് സെക്ഷുവൽ കോണ്ടാക്റ്റിൻ്റെ സമയത്ത് ക്ലൈമാക്സിൽ രണ്ടുപേരും ഒരേപോലെ ആയിരിക്കും എഗ്ഗിനെയും അതുപോലെ തന്നെ സ്പേമിനെയും റിലീസ് ചെയ്യുന്നത്. ഇനി ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന തരത്തിലുള്ള ഹയർ ഓർഗാനിസത്തിലാണെങ്കിൽ ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് മെയിൽസ് സ്പേമിനെ ഇജാക്കുലേറ്റ് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഫ്ലൂയിഡ് മീഡിയം എന്ന് പറയുന്നത് ആ കേസുകളിൽ രണ്ടിലും ആവശ്യം ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ചില കേസുകളിൽ, ഇപ്പം സീ അർച്ചിൻ പോലെയുള്ള ഓർഗാനിസത്തിലാണെങ്കിൽ സ്പേം ഓവത്തിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത് കീമോടാക്സിസ് പോലെയുള്ള ഒരു മെക്കാനിസം വഴിയാണ്. ഇപ്പം സീ അർച്ചിനിൽ ഈ കീമോടാക്സിസ് മെക്കാനിസം വളരെ എക്സ്റ്റെൻസീവായിട്ട് സയൻറ്റിസ്റ്റുകൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എഗ്ഗ് റിലീസ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. ഈ ഫെർട്ടിലൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈൻഡിങ് സൈറ്റ്സ് സ്പേമിനകത്ത് കാണും.
അതായത് ഫെർട്ടിലൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റി ഫെർട്ടിലൈസിൻ എന്ന് പറയുന്ന കമോഡിറ്റി സ്പേമിനകത്ത് കാണും. അപ്പോൾ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം വഴി ഈ ആൻറ്റി ഫെർട്ടിലൈസിനും തമ്മിൽ അസോസിയേറ്റഡ് ആകുന്നു, അട്രാക്റ്റഡ് ആകുന്നു. അപ്പോൾ അങ്ങനെ എഗ്ഗും സ്പേമും മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് സ്പീഷീസ് സ്പെസിഫിക് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു പർട്ടിക്കുലർ ഫെർട്ടിലൈസിനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ആൻറ്റി ഫെർട്ടിലൈസിന് മാത്രമേ സാധിക്കത്തുള്ളൂ. സ്പേം ഓവത്തെ ഫെർട്ടിലൈസ് ചെയ്യണമെങ്കിൽ സ്പേംസ് ആക്ടിവേറ്റഡ് ആണ്. ആക്ടിവേറ്റഡ് ആകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കപ്പാസിറ്റേഷൻ. ഈ മാമൽസിൽ ഇജാക്കുലേറ്റഡ് ആയിട്ടുള്ള സ്പേംസ് ആക്ടിവേറ്റഡ് അല്ല. അവ ഫീമെയിലിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിൽ കുറച്ച് സമയം എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അവയ്ക്ക് അക്രോസോം റിയാക്ഷൻ നടത്താനുള്ള കേപ്പബിലിറ്റി അച്ചീവ് ചെയ്യപ്പെടത്തുള്ളൂ. ഇപ്പോൾ അക്രോസോം റിയാക്ഷൻ എന്ന് പറയുന്നത് ഓവത്തിൻ്റെ, അതായത് സെക്കൻഡറി ഊസൈറ്റിൻ്റെ ആക്സസറി ആയിട്ടുള്ള ടഫ് മെമ്പറൈൻസ്, കൊറോണ റേഡിയേറ്റ, അതുപോലെ തന്നെ സോണ പെല്ലുസിഡ, ഇതിനെയൊക്കെ പെനട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാറ്റിക് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ആ പർട്ടിക്കുലർ റിയാക്ഷൻ നടത്താനുള്ള കേപ്പബിലിറ്റി അച്ചീവ് ചെയ്യപ്പെടുന്നത് ഈ ഫീമെയിലിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിൽ കുറേ സമയം ഈ സ്പേം എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ആ ഫിസിയോളജിക്കൽ ചേഞ്ചസ് സ്പേമിൽ നടന്ന് അത് ഫെർട്ടിലൈസേഷന് കേപ്പബിൾ ആവും. അതായത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അക്രോസോം റിയാക്ഷൻ നടത്താൻ കേപ്പബിൾ ആവും. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് കപ്പാസിറ്റേഷൻ ഓഫ് ദ സ്പേം. ഇനി അടുത്തതാണ് ഗ്യാമേറ്റ് ബൈൻഡിങ്. ഫീമെയിലിൻ്റെ ജെനറ്റൽ ട്രാക്റ്റിലേക്ക് റിലീസ് ചെയ്യപ്പെട്ട സ്പേംസ് അവിടെ കപ്പാസിറ്റേറ്റഡ് ആയി, അതായത് കപ്പാസിറ്റേഷന് വിധേയമായി അവർ ആക്ടിവേറ്റഡ് ആയി സ്വിം ചെയ്ത് ഓവമുള്ള ആ പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ സ്പേമും ഓവവും തമ്മിൽ കോണ്ടാക്റ്റിൽ വരികയാണ്. സ്പേം ആദ്യമേ ഓവത്തിൻ്റെ സർഫസുമായിട്ട് കോണ്ടാക്റ്റിൽ എത്തിച്ചേരുന്നത് കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ഏറ്റവും ഔട്ടർ എൻവലപ്പും ആയിട്ടാണ്. ഈ എൻവലപ്പിൻ്റെ പ്രത്യേകത സെല്ലുലാർ ആയിട്ടുള്ള ഒരു എൻവലപ്പാണ്. ഇതിനകത്തുള്ള സെൽസ് പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഹയാലുറോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് വഴിയാണ്. അപ്പോൾ സ്പേംസ് പെനട്രേറ്റ് ചെയ്യണമെങ്കിൽ അവ ഈ ഹയാലുറോണിക് ആസിഡിൻ്റെ ആ ആക്ഷൻ ഇല്ലാതാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹയാലുറോണിഡേസ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എൻസൈമിനെ റിലീസ് ചെയ്യുന്നു. ഇത് ഹയാലുറോണിക് ആസിഡിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു, അകത്തേക്ക് പ്രവേശിക്കുന്നു. അടുത്ത ലെയർ സോണ പെല്ലൂസിഡയാണ്. അപ്പോൾ സോണ പെല്ലൂസിഡയെ പെനട്രേറ്റ് ചെയ്യണമെങ്കിൽ അക്രോസോം റിയാക്ഷൻ അത് ക്യാരി ഔട്ട് ചെയ്യണം. അക്രോസോമൽ കണ്ടൻസ് എല്ലാം റിലീസ് ചെയ്ത് ഈ അക്രോസോമൽ കണ്ടൻസിലുള്ള എൻസൈംസ് ആണ് സോണ പെല്ലൂസിഡയെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ സോണ പെല്ലൂസിഡയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സിന് പറയുന്ന പേരാണ് ZP3 റിസപ്റ്റേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ZP3 റിസപ്റ്റേഴ്സുമായിട്ട് സ്പേം ഇൻട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് അക്രോസോം റിയാക്ഷൻസ് എല്ലാം നടത്തി സോണ പെല്ലൂസിഡയെ പെനട്രേറ്റ് ചെയ്ത് അവസാനം സെക്കൻഡറി ഊസൈറ്റിൻ്റെ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് അക്രോസോം റിയാക്ഷൻ, അതുപോലെ തന്നെ ആക്ച്വൽ പെനട്രേഷനാണ്. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈ സോണ പെല്ലൂസിഡയെ പെനട്രേറ്റ് ചെയ്യാൻ സ്പേമിനെ സഹായിക്കുന്നത് അക്രോസോം റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് സ്പേമിൻ്റെ എക്സ്ട്രീം ടിപ്പിൽ അക്രോസോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. ഈ സബ്സ്റ്റൻസ് എല്ലാം കാൽസ്യം മീഡിയേറ്റഡ് ആയിട്ടുള്ള എക്സോസൈറ്റോസിസ് വഴി റിലീസ് ചെയ്യപ്പെടുന്നു. അക്രോസോമൽ കണ്ടൻസ് എല്ലാം റിലീസ്ഡ് ആവുന്നു. അങ്ങനെ റിലീസ്ഡ് ആവുന്ന ആ കെമിക്കൽ സബ്സ്റ്റൻസിന് ജനറലായിട്ട് പറയുന്ന പേരാണ് സോണ ലൈസിൻസ് അല്ലെങ്കിൽ അക്രോസിൻ. അപ്പോൾ ഇവയുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സോണ പെല്ലൂസിഡയെ ഡിസോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സോണ പെല്ലൂസിഡ ഡിസോൾവ് ആവുന്നു. അപ്പോൾ അതിനെ ഡയഗ്രമാറ്റിക് ആയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ സ്പേം കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന പർട്ടിക്കുലർ ലെയറിനെ പെനട്രേറ്റ് ചെയ്ത് സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അക്രോസോമൽ ടിപ്പിൽ
എക്സോസൈറ്റോസിസ് നടന്ന് അതിനകത്തുള്ള കണ്ടൻസ് എല്ലാം റിലീസ്ഡ് ആവും. അല്ലെങ്കിൽ സോണ ലൈസിൻസ് അല്ലെങ്കിൽ അക്രോസിൻസ് റിലീസ്ഡ് ആവും. അത് സോണ പെല്ലുസിഡയിലെ ആ പർട്ടിക്കുലർ പോർഷനെ ബ്രേക്ക് ചെയ്യും, സ്പേമിന് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്രോസോം എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പോർഷൻ ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയിരിക്കുകയാണ്. അതായത് അവിടെയുള്ള പ്ലാസ്മ മെമ്പറൈൻ ബ്രേക്ക് ചെയ്തു. പിന്നെയുള്ളത് അകത്ത് ന്യൂക്ലിയസിനെ ബൗണ്ട് ചെയ്തിട്ടുള്ള പ്ലാസ്മ മെമ്പറൈൻ മാത്രമാണ്. ഈ പ്ലാസ്മ മെമ്പറൈനാണ് ഇനി അകത്തേക്ക് പ്രവേശിച്ച് സെക്കൻഡറി ഊസൈറ്റിൻ്റെ ആ പ്ലാസ്മ മെമ്പറൈനുമായിട്ട് ഊലെമയുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ ഊലെമയുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു സിംഗിൾ കണ്ടിന്യൂറ്റി ആയിട്ട് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ ഈ ഫിഗറിൽ കാണാൻ സാധിക്കും. അപ്പോൾ അകത്തേക്ക് പിന്നെ ഇതിൻ്റെ ന്യൂക്ലിയസും അഡീഷണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഒക്കെ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ഓർഗാനിസം ഗ്രൂപ്പിലും ന്യൂക്ലിയസും മിഡിൽ പീസും ടെയിലും ഒന്നും പ്രവേശിക്കുന്നില്ല. ചില ഗ്രൂപ്പുകളിൽ ഈ ഹെഡ് റീജിയൻ മാത്രമാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പം മാമൽസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെഡ്, മിഡിൽ പീസ്, അതുപോലെ തന്നെ ടെയില് എല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഒരു ജനറൽ റൂൾ എന്ന് പറയുന്നത് അകത്തേക്ക് ഒരു സ്പേം മാത്രം എൻട്രി ചെയ്ത് ആ സ്പേമിനകത്തുള്ള ന്യൂക്ലിയർ കണ്ടന്റ് ആണ് ഈ എഗ്ഗിൻ്റെ ന്യൂക്ലിയർ കണ്ടന്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകേണ്ടത്. ഒന്നിൽ കൂടുതൽ സ്പേംസ് എൻട്രി ചെയ്യുവാണെങ്കിൽ അത് പോളിപ്ലോയിഡിക്ക് കാരണമാകും, അതൊരു അബ്നോർമാലിറ്റിക്ക് കാരണമാകും. അപ്പോൾ അകത്തേക്ക് ഒരു പർട്ടിക്കുലർ സ്പേം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ സൈമൾട്ടേനിയസ് ആയിട്ട് ഈ ഫോളിക്കുലർ സെൽസ് കൊറോണ റേഡിയേറ്റ ഒക്കെ പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്പേംസും ശ്രമിക്കുന്നുണ്ട്. അവർ അതിനകത്ത് വിജയിച്ചിട്ടും ഉണ്ടായിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പിൽ അവർ സോണ പെല്ലുസിഡ പെനട്രേറ്റ് ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ വൺസ് ഒരാൾ അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പേംസിൻ്റെ എൻട്രി പ്രിവെൻറ്റഡ് ആവും. സ്പേമിൻ്റെ പ്ലാസ്മ മെമ്പറൈൻ്റെയും അതുപോലെ തന്നെ ഓവത്തിൻ്റെ പ്ലാസ്മ മെമ്പറൈൻ്റെയും ഫ്യൂഷൻ പ്രോസസ്സ്, ആ സ്റ്റെപ്പ് നമുക്കൊന്ന് വീണ്ടും അനലൈസ് ചെയ്യാം. ഓൾറെഡി ഞാൻ ആ ഡയഗ്രത്തെ ബേസ് ചെയ്തിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്പേം സോണ പെല്ലുസിഡയെ ക്രോസ് ചെയ്ത് പെരിവിറ്റിലൈൻ സ്പേസിൽ എത്തുന്നു. അവിടെ നിന്നാണ് പിന്നീട് ഓവത്തിൻ്റെ പ്ലാസ്മ മെമ്പറൈനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അക്രോസോമൽ റിയാക്ഷൻ നടന്ന് അക്രോസോമൽ ടിപ്പിലുള്ള പ്ലാസ്മ മെമ്പറൈൻ മൊത്തം നശിച്ചു പോയിരിക്കുകയാണ്. പിന്നെ ഉള്ളത് അത് കഴിഞ്ഞ് വരുന്ന പോസ്റ്റ് അക്രോസോമൽ മെമ്പറൈനാണ്. ഈ പോസ്റ്റ് അക്രോസോമൽ മെമ്പറൈനും എഗ്ഗിൻ്റെ മെമ്പറൈനും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് എഗ്ഗിൻ്റെ മെമ്പറൈന് ബൾജ് ചെയ്ത് ഈ പർട്ടിക്കുലർ സ്പേമിൻ്റെ ഹെഡിനെയും റിമൈനിങ് റീജിയൻസിനെയും അകത്തേക്ക് എൻഗൾഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺ ലൈക്ക് ഷേപ്പ് ഫോം ചെയ്യുന്നു. ഈ കോൺ ലൈക്ക് ഷേപ്പിന് പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ കോണ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ കോണ് ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ ആ സ്റ്റെപ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ അക്രോസോമിലുള്ള കണ്ടൻസ് മൊത്തം റിലീസ് ചെയ്തു, സോണ പെല്ലുസിഡ ബ്രേക്ക് ചെയ്തു, അകത്തേക്ക് പ്രവേശിച്ച് ഇതാണ് പോസ്റ്റ് അക്രോസോമൽ മെമ്പറൈന്, അതും ഊലെമയും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഈ ഊലെമ ആ പർട്ടിക്കുലർ പോർഷനിൽ ഒരു ബൾജിങ് ഉണ്ടാക്കുന്നു, സ്പേമിനെ അകത്തേക്ക് എൻഗൾഫ് ചെയ്യുന്നു. അതിനെയാണ് ഫെർട്ടിലൈസേഷൻ കോണ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ദ പ്രിവെൻഷൻ ഓഫ് പോളിസ്പെർമി. ഇപ്പോൾ പോളിസ്പെർമി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്നിൽ കൂടുതൽ സ്പേംസ് ഒരു പർട്ടിക്കുലർ ഓവത്തെ ഫെർട്ടിലൈസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് പ്രിവെൻഷൻ ഓഫ് പോളിസ്പെർമി. ഇപ്പോൾ പോളിസ്പെർമി സംഭവിക്കുകയാണെങ്കിൽ അത് പ്ലോയിഡി ഇൻക്രീസ് ചെയ്യാൻ, ഡിപ്ലോയിഡിയിൽ നിന്ന് കൂടാൻ കാരണമാകും. അത് അബ്നോർമാലിറ്റി ആണ്. അപ്പോൾ അറ്റ് എ ടൈം ഒരു പർട്ടിക്കുലർ സ്പേം ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് കയറി കഴിഞ്ഞാൽ വേറെ സ്പേംസ്, അവിടെ അക്രോസോം റിയാക്ഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്ന വേറെ സ്പേംസ് ഉണ്ട്. ആ സ്പേംസ് ഈ സൈറ്റോപ്ലാസത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് രീതിയിലാണ്
ഇത് അച്ചീവ് ചെയ്യപ്പെടുന്നത് ഒന്നാമത്തെ മെത്തേഡാണ് ഫാസ്റ്റ് ആൻഡ് ടെമ്പററി ബ്ലോക്ക് ടു പോളിസ്പെർമി. അതായത് എഗ്ഗിൻ്റെ അല്ലെങ്കിൽ ഊലെമ്മയുടെ മെമ്പറൈൻ പൊട്ടൻഷ്യൽ ഈ സമയത്ത് ചേഞ്ച് ചെയ്യുന്നു. അത് ഡീപോളറൈസേഷൻ സംഭവിക്കുന്നു. -70 മില്ലി വോൾട്ടിൽ നിന്ന് +20 മില്ലി വോൾട്ടിലേക്ക് എത്തിച്ചേരുന്നു. ഈ ഡീപോളറൈസേഷൻ പോളിസ്പെർമിയെ പ്രിവെൻറ്റ് ചെയ്യും. ഇനി അടുത്ത ഒരു മെക്കാനിസമാണ് സ്ലോ ആൻഡ് പെർമനൻറ്റ് ബ്ലോക്ക് ടു പോളിസ്പെർമി. അപ്പോൾ ആദ്യത്തെ മെക്കാനിസം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പോളിസ്പെർമിയെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. പക്ഷേ അതിൻ്റെ ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ മൊമെൻ്ററി ആണ്. പെട്ടെന്ന് തന്നെ അത് റിവേഴ്സ്ഡ് ആവും. അതായത് ഈ മെമ്പറൈൻ പൊട്ടൻഷ്യൽ നേരത്തെ പോലത്തെ +20 നിന്ന് -70 എത്തിച്ചേരും. അപ്പോൾ മറ്റുള്ള സ്പേംസ് അകത്തേക്ക് എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് രണ്ടാമത്തെ മെക്കാനിസം സ്ലോ ആൻഡ് പെർമനൻറ്റ് ബ്ലോക്ക് ടു പോളിസ്പെർമി. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ത്രൂ കോർട്ടിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ കോർട്ടിക്കൽ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിനകത്ത് സ്പേമിൻ്റെ പെനട്രേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അക്രോസോം റിയാക്ഷൻ ഒക്കെ നടന്ന് സ്പേം പെനട്രേറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ സ്പേം ഈ സൈറ്റോപ്ലാസത്തിലേക്ക്, ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഈ എൻട്രി ചെയ്യുന്ന സമയത്ത് ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ കോർട്ടിക്കൽ റീജിയനിൽ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ട് ലോഡഡ് ആയിരിക്കുന്ന കുറേ വാക്യൂൾസ് ഉണ്ട്. ഈ വാക്യൂൾസ് അപ്പോൾ ആക്ടിവേറ്റഡ് ആവും. അവ എക്സോസൈറ്റോസിന് വിധേയമാകും. അതായത് കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് അടങ്ങിയിരിക്കുന്ന ആ പർട്ടിക്കുലർ വാക്യൂൾസ് ഊലെമ്മയുമായിട്ട് ഫ്യൂസ് ചെയ്ത് കണ്ടൻസിനെ പുറത്തേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് കണ്ടൻസ് പുറത്തേക്ക് റിലീസ് ചെയ്യുമ്പോൾ ആ കണ്ടൻസ് പോകുന്നത് പെരിവിറ്റലൈൻ സ്പേസ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ റീജിയനിലേക്കാണ്. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊറോണ റേഡിയേറ്റ, സോണ പെല്ലൂസിഡ, ദെൻ ഊലെമ്മ. സോണ പെല്ലൂസിഡയും ഊലെമ്മയുടെയും ഇടയിൽ പെരിവിറ്റലൈൻ സ്പേസ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ഈ പർട്ടിക്കുലർ റീജിയനിലേക്കാണ് കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് അതിൻ്റെ കണ്ടൻസിനെ റിലീസ് ചെയ്യുന്നത്. കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് കണ്ടൻസിനെ റിലീസ് ചെയ്യുമ്പോഴേക്കിന് ഈ ആ പർട്ടിക്കുലർ റീജിയന് വളരെ തിക്കൻഡ് ആകുകയും ആ ആക്സസറി എൻവലപ്സ് എല്ലാം വളരെ സ്ട്രോങ് ആകുകയും ചെയ്യും. ഇനി എത്ര തരത്തിലുള്ള അക്രോസോമൽ റിയാക്ഷൻസ് നടത്തിയാലും മറ്റുള്ള സ്പേംസിന് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫെർട്ടിലൈസേഷൻ മെംബ്രെയിൻ എന്ന് പറയുന്ന ടഫ് മെംബ്രെയിൻ ഉണ്ടാവുന്നു. ഇതാണ് കോർട്ടിക്കൽ റിയാക്ഷൻ. അടുത്ത സ്റ്റെപ്പാണ് ദ ആക്ടിവേഷൻ ഓഫ് എഗ് മെറ്റാബോളിസം. ഇപ്പോൾ അകത്ത് സ്പേം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എഗ്ഗിനകത്ത്, എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്ത് പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ ചേഞ്ചസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പോളിസ്പെർമി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാസ്റ്റ് ആൻഡ് സ്ലോ മെക്കാനിസം. ഒന്ന് ഡീപോളറൈസേഷൻ, രണ്ടാമത്തത് കോർട്ടിക്കൽ റിയാക്ഷൻ. ഇനി അടുത്തത് ലേറ്റ് റെസ്പോൺസസ് ആണ്. ലേറ്റ് റെസ്പോൺസസ് എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഓവം ആക്ടിവേറ്റഡ് ആവും. അതിനകത്ത് അമിനോ ആസിഡ്സ് ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ DNA റിപ്ലിക്കേഷൻ പ്രോസസ്സ്, ദെൻ പ്രോട്ടീൻ സിന്തസിസ്, ഇതൊക്കെ വളരെയധികം ആക്സിലറേറ്റഡ് ആകും. ഓവറോൾ എഗ്ഗിൻ്റെ മെറ്റാബോളിസം എന്ന് പറയുന്നത് ഒരു ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഈ പർട്ടിക്കുലർ കണ്ടീഷനിൽ സംഭവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആംഫിമിക്സിസ്. അപ്പോൾ നേരത്തെ ഗ്യാമറ്റോജെനസിസ്, ഊജെനസിസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫൈനലായിട്ടുള്ള മച്ചുറേഷൻ ഡിവിഷൻ, അതായത് സെക്കൻഡറി ഊസൈറ്റിൽ നിന്ന് ഓവം ഉണ്ടാകുന്ന ആ പർട്ടിക്കുലർ ഡിവിഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ആകുന്നത് സ്പേം ഓവത്തെ ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ സ്പേം അകത്തേക്ക് സൈറ്റോപ്ലാസത്തിലേക്ക്, ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. അപ്പോൾ സ്പേം അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രോസസ്സ് ഈ മച്ചുറേഷൻ ഡിവിഷൻ കംപ്ലീറ്റഡ് ആവുന്നു. അതായത് എഗ്ഗിൻ്റെ സൈഡിൽ സെക്കൻഡറി ഊസൈറ്റ് ട്രാൻസ്ഫോംസ് ഇൻ ടു ദ ഫൈനൽ ഓവം. അതുപോലെ തന്നെ ഫസ്റ്റ് പോളാർ ബോഡിയിൽ നിന്ന് സെക്കൻഡ് പോളാർ ബോഡീസ്
ഫോം ചെയ്യുന്നു, അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അകത്തേക്ക് പ്രവേശിച്ച സ്പേമിനും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു, മമ്മേലിയൻ സ്പേംസിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ആ ഹെഡ് മാത്രമല്ല അകത്തേക്ക് പ്രവേശിക്കുന്നത്, മിഡിൽ പീസും ടെയിലും എല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസും അതുപോലെ തന്നെ സെൻട്രിയോളുമാണ്. ബാക്കിയുള്ള മിഡിൽ പോർഷനും അതുപോലെ തന്നെ ടെയിൽ പോർഷനും ആ സൈറ്റോപ്ലാസത്തിനകത്ത് വെച്ച് തന്നെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. ഈ സെൻട്രിയോള് മൈക്രോ ട്യൂബുൾസിനെ ഉണ്ടാക്കും. ഈ മൈക്രോ ട്യൂബുൾസ് ആണ് പിന്നീട് ഈ രണ്ട് ന്യൂക്ലിയസുകളുടെ, അതായത് എഗ്ഗിൻ്റെ ന്യൂക്ലിയസിൻ്റെയും സ്പേമിൻ്റെ ന്യൂക്ലിയസിൻ്റെയും ഫ്യൂഷന് കാരണമാകുന്നത്. രണ്ടിനെയും ഒരുമിച്ച് ഒരു പോയിന്റിലേക്ക് പരസ്പരം അടുപ്പിച്ചു കൊണ്ടിരുന്നത് ഈ സെൻട്രിയോളിൻ്റെ ആക്ഷൻ വഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സെൻട്രിയോൾ അവിടെ ഫങ്ഷണലായിട്ട് റിമെയിൻ ചെയ്യുന്നത്, ബാക്കിയുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയാൽ പോലും. അപ്പോൾ മൈറ്റോകോൺട്രിയയും ടെയിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്താണ് സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ എഗ്ഗിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി ഫീമെയിൽ പ്രോ ന്യൂക്ലിയസ് ഇവിടെ ഉണ്ടാവുന്നു. ഈ ഫീമെയിൽ പ്രോ ന്യൂക്ലിയസ് ആണ് മെയിൽ പ്രോ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത്. അതായത് ഈ സമയത്ത് അകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഈ സ്പേമിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയലിന്, അത് ക്രോമസോമിനൊക്കെ കണ്ടൻസേഷനൊക്കെ നടക്കുന്നു. അത് മെയിൽ പ്രോ ന്യൂക്ലിയസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. അവസാനം നേരത്തെ സെൻട്രിയോളിൻ്റെ ആക്ഷൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞാണ്, ആ സെൻട്രിയോളിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് രണ്ടും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് വരുന്നു, രണ്ടും ഫ്യൂസ് ചെയ്യുന്നു. ആ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ആംഫി മിക്സസ്. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ഫെർട്ടിലൈസേഷൻ ജനറലായിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, മൾട്ടി സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിനകത്ത് സ്പേം കൊറോണ റേഡിയേറ്റ പെനട്രേറ്റ് ചെയ്ത് സോണ പെല്ലുസിഡയെ പെനട്രേറ്റ് ചെയ്ത് ആ പെരിവിറ്റ്ലൈൻ സ്പേസിലെത്തി അവസാനം എഗ്ഗിൻ്റെ പ്ലാസ്മ മെംബ്രെയിനും സ്പേമിൻ്റെ പ്ലാസ്മ മെംബ്രെയിനും പരസ്പരം ഫ്യൂസ് ചെയ്ത് പിന്നെ സ്പേമിൻ്റെ ആ പർട്ടിക്കുലർ പോർഷൻസ് എല്ലാം അകത്ത് കയറുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് മൈറ്റോകോൺട്രിയയും ടെയിലും ഒക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. സെൻട്രിയോളും ന്യൂക്ലിയസും മാത്രം റിമെയിൻ ചെയ്യുന്നു. ഈ ന്യൂക്ലിയസ് പിന്നെ മെയിൽ പ്രോ ന്യൂക്ലിയസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. ഈ സമയത്ത് ഓവത്തിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡറി യൂസൈറ്റിൻ്റെ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഫീമെയിൽ പ്രോ ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ഈ ഫീമെയിൽ പ്രോ ന്യൂക്ലിയസ് മെയിൽ പ്രോ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ആംഫി മിക്സസ്. ഫെർട്ടിലൈസേഷൻ്റെ സിഗ്നിഫിക്കൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പർട്ടിക്കുലർ പ്രോസസ്സ് വഴിയാണ് ഒരു ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റഡ് ആകുന്നത്. അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് സൈഗോട്ടിൻ ഡിവിഷൻ നടന്ന് അത് മൾട്ടി സെല്ലുലർ ആയിട്ട് മാറി അതിനകത്ത് ഡിഫറൻസിയേഷനൊക്കെ നടന്ന് പലതരത്തിലുള്ള ടിഷ്യൂസും ഓർഗൻ സിസ്റ്റവും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ജനറ്റിക് വേരിയേഷൻ ഉണ്ടാകാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ ജനറ്റിക് മേക്കപ്പ് ഫെർട്ടിലൈസേഷൻ വഴി ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ യുണൈറ്റഡ് ആകുന്നു. അതുപോലെ തന്നെ ഗ്യാമറ്റോജെനസിസിൽ പേരൻസിൽ ഗ്യാമറ്റോജെനസിസ് നടക്കുമ്പോഴേക്കിന് പ്ലോയിഡി റിഡ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഓർഗാനിസത്തിൽ നിന്ന് ഗ്യാമേറ്റ് ഉണ്ടാകുമ്പോൾ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത് കൊണ്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഈ ഗ്യാമേറ്റ്സിന് വരുന്നത്. അങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള രണ്ട് ഗ്യാമേറ്റ്സ് പരസ്പരം ഫ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ വഴി ഫ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഡിപ്ലോയിഡി അവിടെ റീസ്റ്റോർ ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഫെർട്ടിലൈസേഷൻ്റെ മേജർ സിഗ്നിഫിക്കൻസസ്. അപ്പോൾ ഈ സ്റ്റെപ്സും അതുപോലെ തന്നെ സ്റ്റെപ്സിൻ്റെ ഇലാബറേഷനും ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക.